പയറുവർഗ്ഗങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ ഒരു പയറാണെന്നാണ് പറയുന്നത്. 1 കിലോ ആട്ടിറച്ചി കഴിക്കുന്നതിന് പകരം ഇതൊരു 10 എണ്ണം തോരൻ വെച്ച് കഴിച്ചാൽ മതി എന്നാണ് പറയണത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇടുക്കിയിലെ വെൺമറ്റം ഒണ്ണപ്പുറത്തിനടുത്തുള്ള വെൺമറ്റം ഗ്രാമത്തിലാണ്. ശ്രീമതി സലോമി സാജു കാർഡ്സുമായി ബന്ധപ്പെട്ട് കാർഡ്സിന്റെ വിത്തുപുരയിലേക്ക് ഒരുപാട് വിത്തുകളുടെ ശേഖരം എത്തിക്കുന്ന ഒരാളാണ് ശ്രീമതി സലോമി. ഇത് ചതുരപ്പയർ എന്ന് പറയും, അല്ലെങ്കിൽ ഇറച്ചിപ്പയർ എന്ന് പറയും. ഇതിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ പയറുവർഗ്ഗങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ ഒരു പയറാണെന്നാണ് പറയുന്നത്. 1 കിലോ ആട്ടിറച്ചി കഴിക്കുന്നതിന് പകരം ഇതൊരു 10 എണ്ണം തോരൻ വെച്ച് കഴിച്ചാൽ മതി എന്നാണ് പറയണത്. അതേപോലെ പ്രോട്ടീൻ അടങ്ങിയ ഒരു പയറുവർഗ്ഗമാണ് ഇത്. പടർത്തി കഴിഞ്ഞാൽ എത്ര നാൾ കഴിയും? ഇത് 1 വർഷത്തോളം നിന്ന് കായ്ക്കും. 1 വർഷത്തോളം കായ്ക്കും. പിന്നെ അതിന്റെ ചോടങ്ങ് വെട്ടിക്കളഞ്ഞേക്കുവാണെങ്കിൽ വീണ്ടും അതിൽ നിന്ന് തളുത്ത് വരും. പക്ഷെ അന്നേരം കാ കുറവായിരിക്കും. അത് കാരണം വീണ്ടും വീണ്ടും നടണ നല്ലത്. കോവലൊക്കെ പടർന്ന പോലെ തന്നെ പടത്തിയാൽ മതി. എത്ര നാള് വേണേലും നിന്ന് കായ്ക്കും. ഇതിങ്ങനെ കുറെ ഭാഗത്തേക്കായിട്ട് പടർന്നു വന്നിട്ടുണ്ട്. എത്ര നാളായി നമ്മളിങ്ങനെ ഇത് ഇപ്പൊ 3 മാസമായി ഞാൻ വിളവെടുക്കാൻ തുടങ്ങിയിട്ട്. അതിനനുസരിച്ച് ഞാൻ നേരത്തെ നട്ടായിരുന്നോണ്ട് ആദ്യം മുതലേ കാച്ചു തുടങ്ങിയായിരുന്നു. ഇത് മുകളിലോട്ടൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട്. വീടിന്റെ മുകളിലോട്ടൊക്കെ വെറുതെ പന്തലല്ലാതെയും കിടന്ന് കായ്ക്കുന്നുണ്ട്. ഈ സ്പേസ് കുറവായോണ്ട് മുകളിലോട്ട് പോവാ. എത്ര നാളായി ഇങ്ങനെ ചതുരപ്പയർ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഈ ചതുരപ്പയർ ഞാനൊരു 4-5 വർഷമായിട്ട് എല്ലാ വർഷവും തന്നെ കൃഷിയുണ്ട് എനിക്ക്. വിത്ത് കൊടുക്കണ ചതുരപ്പയറിന്റെ വിത്തിന് നല്ല ഡിമാൻഡ് ഉണ്ട്. വിത്ത് എടുക്കണമെങ്കിൽ ഇപ്പൊ 1 മാസത്തോടെ കഴിഞ്ഞാൽ ഇത് മൂക്കാൻ നിർത്തിയിട്ടുണ്ട്. കൊറേയൊക്കെ പയ്യെ ഇങ്ങനെ വാടി തുടങ്ങി, മൂത്ത് ആയി തുടങ്ങി. ആദ്യം ഉണ്ടായതൊക്കെ കുറെ ഇങ്ങനെ വിത്തിന് നിർത്തി. അതൊക്കെ ഇനി ഇപ്പൊ ഒരാഴ്ചയോടെ കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് ഉണങ്ങി തുടങ്ങും. കുറച്ച് ഞാൻ പറിച്ചു ഉണങ്ങിയത്. ഒത്തിരി പേര് വിത്ത് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഇതിന്റെ പ്രത്യേകത എന്നാ വെച്ചാൽ ഉണ്ടായ ഒരു 10 ദിവസത്തിനുള്ളിൽ ഇത് പറിച്ചെടുത്തില്ലെങ്കിൽ പിന്നെ അത് മൂത്ത് പോയാൽ കറി വെക്കാൻ പയർ ഇതിന്റെ ഉള്ളിൽ പയർ മൂത്ത് തുടങ്ങിയാൽ കറി വെക്കാൻ കൊള്ളില്ല. ഇത് കുരുന്നായിരിക്കുമ്പോ മാത്രം കേട്ടോ കറി വെക്കാൻ. ശരിക്കും അതിന് ഒരു ചെറിയൊരു കയ്പ് ഉണ്ട്. ഇതിന് കയ്പെന്ന് വെച്ചാൽ ഒരു കട്ട് പോലെ. പക്ഷെ സബോള അതിന്റെ ഏറ്റവും നല്ല കോമ്പിനേഷൻ. സബോള അരിഞ്ഞു ചേർത്തിട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റ്.